നമസ്കാരം. ലേണിംഗ് പോയിന്റ് PSC യുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വീണ്ടും ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ PSC ബുള്ളറ്റിൽ നിന്നുള്ള 20 ചോദ്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയാണ് 20 ചോദ്യങ്ങൾ. PSC ബുള്ളറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത 20 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. HIV കണ്ടെത്തിയ ഫ്രഞ്ച് വൈറോളജിസ്റ്റ് ആരാണ്? HIV കണ്ടെത്തിയ ഫ്രഞ്ച് വൈറോളജിസ്റ്റ് ലൂക്ക് മൊണ്ടൈനർ ആണ്. ലൂക്ക് മൊണ്ടൈനർ. ഓക്കെ ആണല്ലോ. അപ്പൊ HIV കണ്ടെത്തിയ വൈറോളജിസ്റ്റിന്റെ പേരാണ് ലൂക്ക് മൊണ്ടൈനർ. ലൂക്ക് മൊണ്ടൈനർ 1983 ഇത് കണ്ടെത്തിയത്. 1983 ലൂക്ക് മൊണ്ടൈനർ HIV കണ്ടെത്തിയത്. ഫ്രാങ്കോയിസ് ബാരെ സിനോസി എന്ന വ്യക്തിയുമായി ചേർന്നാണ് ലൂക്ക് മൊണ്ടൈനർ HIV കണ്ടെത്തിയത്. അപ്പൊ കണ്ടെത്തിയ വർഷം എന്നാ 1983. വർഷം ഒന്നുകൂടെ 1983. ആരോടൊപ്പം ചേർന്നാണ്? ഫ്രാങ്കോയിസ് സിനോസി എന്ന് പറയുന്ന വ്യക്തിത്വവുമായി ചേർന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പം HIV കണ്ടെത്തിയ ഫ്രഞ്ച് വൈറോളജിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത് ലൂക്ക് മൊണ്ടൈനർ. 1989 കണ്ടെത്തുന്നു. ഫ്രാങ്കോയിസ് ബാരെ സിനോസി എന്ന് പറയുന്ന വ്യക്തിയുമായി ചേർന്ന്. ഓക്കെ, ഈ കണ്ടെത്തലിന് ഓർത്തോണം 2008 ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏത് വർഷം ലഭിച്ച്? 2008. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ ഒന്നാമത്തെ ചോദ്യം? നമ്മൾ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ കൃതിയാണ്? സമാനമായ ഒരുപാട് കൃതികളുണ്ട്, ഇത് ക്ലിയർ ആയി പഠിക്കണം. ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ കൃതിയാണ്? കെ അയ്യപ്പൻ പിള്ളയുടെ കൃതിയാണ്. ആരാണ്? കെ അയ്യപ്പൻ പിള്ള. ഓക്കെ, ആരാണ് കെ അയ്യപ്പൻ പിള്ള? സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പ്രാധാന്യം: ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? കെ അയ്യപ്പൻ പിള്ള. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് കെ അയ്യപ്പൻ പിള്ള. അദ്ദേഹത്തിന്റെ കൃതിയാണ്, ആത്മകഥയാണ് ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, 2022 ഇദ്ദേഹം അന്തരിക്കുന്നു. 2022 ഇദ്ദേഹം അന്തരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ പഠിക്കാൻ കാരണം? 2022 നമ്മളെ വേർപെട്ടു പോയ വ്യക്തിയാണ്. അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടവരാണ്. അവരെ പറ്റിയുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാം. അതുകൊണ്ട് ഓർത്തോണം, ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? ആത്മകഥ ആരുടേതാണ്? കെ അയ്യപ്പൻ പിള്ളയുടേതാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അംബികാസുധൻ മങ്ങാടിന് ഏത് കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? കൃതിയുടെ പേര് പ്രാണവായു എന്ന കൃതിക്കാണ്. ഏതാണ് കൃതി? പ്രാണവായു. ഓക്കെ, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രാണവായു. 2022 ഓടക്കുഴൽ പുരസ്കാരം അംബികാസുധൻ മങ്ങാട് ലഭിക്കുന്നു. കൃതി പ്രാണവായു ആണ്. ഓക്കെ, 2023 നമ്മൾ പഠിച്ചിരുന്നു. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപാലകൃഷ്ണനാണ്. പേര് PN ഗോപാലകൃഷ്ണൻ. ഓക്കെ ആണല്ലോ. അപ്പൊ PN ഗോപാലകൃഷ്ണനാണ് 2023 എന്തോന്ന് ലഭിക്കുന്നത്? ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കൃതി കവിത മാംസഭോജിയാണ് എന്ന കൃതിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ നമ്മൾ പറയും ബെഞ്ചമിൻ നെതന്യാഹു. പുതിയ തെരഞ്ഞെടുപ്പാണ്, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം, ലോകത്തെ ദൈർഘ്യമേറിയ ആഡംബര കപ്പൽ യാത്ര ഇത് 2023 ഉദ്ഘാടനം ചെയ്തത്. 2023 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2023 ജനുവരി മാസം 13 ഇത് ഉദ്ഘാടനം ചെയ്തത്. പേര് MV
ഗംഗാവിലാസ് എന്നാണ്. ഓക്കെ ആണല്ലോ. പേരെന്താണ്? എം വി ഗംഗാവിലാസ്. എം വി ഗംഗാവിലാസ് ആണ് എന്ന് പറയുന്നത് ലോകത്തെ ദൈർഘ്യമേറിയ ആഡംബര നദീജല കപ്പൽ യാത്ര. ഓക്കെ, ആര് ഉദ്ഘാടനം ചെയ്തു? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2023 ജനുവരി 13 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ ആണല്ലോ. ഒരു പോയിന്റ് കൂടി നമ്മൾ പഠിക്കുന്നു. ഇത് വാരണാസി മുതൽ ആസാമിലെ ദിബ്രുഗഡ് വരെയാണ്. അപ്പം വാരണാസി മുതൽ ദിബ്രുഗഡ് വരെയാണ് ഇത് യാത്ര ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. യാത്രയ്ക്ക് വേണ്ടി 51 ദിവസമാണ് എടുക്കുന്നത്. എത്ര ദിവസം എടുക്കുന്നു? 51 ദിവസം. താണ്ടുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 3200 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 3200 കിലോമീറ്റർ. ചോദ്യം ക്ലിയർ അല്ലേ? ലോകത്തെ ദൈർഘ്യമേറിയ ആഡംബര നദീജല കപ്പൽ യാത്ര MV ഗംഗാവിലാസ് 2023 ജനുവരി 13 ആര് ഉദ്ഘാടനം ചെയ്യുന്നു? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. വാരണാസി മുതൽ ദിബ്രുഗഡ് വരെ 51 ദിവസം കൊണ്ട് 3200 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 2022 മിസ് കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 മിസ് കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മിസ് കേരള ലഭിച്ചത് ലിസ് ജെയ്മോൻ ജേക്കബ്. കോട്ടയംകാരിയാണ് കേട്ടോ. ലിസ് ജെയ്മോൻ ജേക്കബ്. ഓക്കെ ഓക്കെ ലിസ് ജെയ്മോൻ ജേക്കബ് ആണ് 2022 മിസ് കേരള കിരീടം ലഭിച്ചത്. ഏത് ജില്ലക്കാരിയാണ്? കോട്ടയം ജില്ലക്കാരിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 7ാമത്തെ ചോദ്യം, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്ന ഏത് വ്യക്തിയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്? യു ഷറഫ് അലിയാണ്. ഓക്കെ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ യു ഷറഫ് അലിയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരത്തിന്റെ പേരാണ് യു ഷറഫ് അലി. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്തിടെ രാജിവെച്ച ജെസിൻഡ ആർഡോൺ വായിക്കണേ. ജെസിൻഡ ആർഡോൺ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡിന്റെയാണ്. ഏത് രാജ്യത്തിനാണ്? ന്യൂസിലൻഡ്. ജസ്റ്റ് ഓർത്തോടുക. രാജിവെച്ച ജെസിൻഡ ആർഡോൺ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടന്ന 15ാമത് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം. ഇന്ത്യയിൽ നടന്ന 15ാമത് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന് പറയുന്ന ആമയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. ഓക്കെ, ആ കിരീടം ആരായിരുന്നു നേടിയത്? ജർമ്മനിയാണ്. കിരീടം നേടിയതാരാ? ജർമ്മനി. ആരെ പരാജയപ്പെടുത്തുന്നു? ബെൽജിയത്തെ പരാജയപ്പെടുന്നു. ജർമ്മനിയാണ് നേടുന്നത്. ആരെയാണ് പരാജയപ്പെടുന്നത്? ബെൽജിയത്തെ. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനാര്? സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ മാധവ് കൗശിക് ആണ്. ആരാണ്? മാധവ് കൗശിക്. ഓക്കെ അല്ലേ? അപ്പം ഓർത്തോണം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ചെയർമാൻ, പുതിയ അധ്യക്ഷനാരാ? മാധവ് കൗശിക്. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നാണ് വന്നത്? 1954 കേന്ദ്ര സാഹിത്യ അക്കാദമി വരുന്നത്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ ചെയർമാന്റെ പേര് മാധവ് കൗശിക്. 11ാമത്തെ ചോദ്യം, 2022 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ചെറുതനയാണ്. ചെറുതന ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ്. ചെറുതന ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് ചെറുതന. അപ്പോൾ ക്വസ്റ്റ്യൻ, 2022 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതിനെയാണ്? ചെറുതനയാണ്. ചെറുതന എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച പശുവിന്റെ പേരാണ് ഗംഗ. ഓർത്തോണം, ഗംഗ എന്ന് പറയുന്ന പശു. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച പശുവിന്റെ പേരെന്താണ്?
ഗംഗ എന്നാണ്, ഗംഗ. അടുത്ത ചോദ്യം, 69ാമത് നെഹ്റു ട്രോഫി വള്ളം കളി വിജയ കിരീടം അണിഞ്ഞത് ആരാണ്? 69ാമത് ഏറ്റവും ലാസ്റ്റ് നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ കിരീടം അണിഞ്ഞത് വിയാപുരം ചുണ്ടനാണ്. വിയാപുരം ചുണ്ടൻ. ഓക്കെ അല്ലേ? വിയാപുരം ചുണ്ടനാണ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത്. ഓക്കെ, ആദ്യം കിട്ടിയത് ആർക്കായിരുന്നു? നടുഭാഗം ചുണ്ടനാണ്. ആദ്യം ലഭിച്ചത് ആർക്കാ? നടുഭാഗം ചുണ്ടനാണ് ആദ്യം ലഭിച്ചത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, നിലവിലെ കേരള നിയമസഭയിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആര്? അല്ലെ, നമ്മൾ ഈ അടുത്തിടെ കണ്ട പല ചോദ്യങ്ങളിലും കേരള നിയമസഭ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിൽ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മന്ത്രിസഭ ക്ലിയർ ആയി പഠിക്കണം. 2 തവണ ചോദിച്ചതും ആരോഗ്യമന്ത്രിയെ പറ്റിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേരള നിയമസഭയിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ്. ആരാണ്? കെ കൃഷ്ണൻകുട്ടി. ഓക്കെ ആണല്ലോ? കേരള നിയമസഭയിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി. ഓക്കെ, നിലവിലെ UPSCയുടെ ചെയർമാൻ ആരാണ്? നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ്. ആരാണ്? മനോജ് സോണി. നിലവിലെ UPSCയുടെ ചെയർമാൻ മനോജ് സോണിയും. ഓക്കെ, കേരള PSCയുടെ ആരാണ്? MR ബൈജു ആണ് അല്ലേ? അപ്പം UPSC ആണെങ്കിൽ മനോജ് സോണിയാണ്. ഓർത്തോണം, ഭരണഘടനയുടെ 14ാം ഭാഗത്തിലാണ് ഇതിനെ പറ്റി പറയുന്നത്. UPSC പറ്റി പറയുന്നറിയാം. 1926 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് എന്ത് വരുന്നത്? UPSC നിലവിൽ വന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? സർ റോസ് ബാർക്കർ ആദ്യത്തെ ചെയർമാനാണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? HK കൃപലാനി ആയിരുന്നു. നിലവിലെ ചെയർമാന്റെ പേര് ക്ലിയറായി നമ്മൾ പറഞ്ഞു. ആരായിരുന്ന? മനോജ് സോണി. ഓക്കെ, അടുത്ത ചോദ്യം, പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പ്രാവീണ്യം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് കരുത്ത്. പദ്ധതിയുടെ പേര് കരുത്ത്. ഹയർ സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കരുത്ത്. ഇനി ഓർത്തോണം, കരുത്ത് എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മലപ്പുറം ജില്ലയിലാണ്. ഈ ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലാണ് കരുത്ത് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇത്ര ഓക്കെ അല്ലേ? അടുത്തത്, 2022 ലോകകപ്പ് ഫുട്ബോൾ വേദി എവിടെയായിരുന്നു? ഖത്തറിലായിരുന്നു. 2022 ലോകകപ്പ് ഫുട്ബോൾ എവിടെ നടന്നത്? ഖത്തർ. വിജയിച്ചത് നമുക്കറിയാം ആരാണ്? അർജന്റീനയാണ്. ആരാണ്? അർജന്റീനയാണ് വിജയിച്ചത്. അർജന്റീന വിജയിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 ഹരിവരാസനം പുരസ്കാരം. ചിലപ്പോൾ ഇത് ചോദ്യമാകാം, കാരണം ഇദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ്. ആലപ്പി രംഗനാഥിനാണ് എന്തോന്ന് ലഭിച്ചത്? 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2023 ആർക്ക് ലഭിച്ചു? 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി അല്ലെ? 2023 ആണെങ്കിൽ ശ്രീകുമാരൻ തമ്പി. 2024 ആണെങ്കിൽ ആരായിരുന്നു? 2024 വീരമണി ദാസനാണ്. 2024 വീരമണി ദാസൻ. 2023 ആരാണ്? 2023 ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ആരാണ്? അത് 2022 ആലപ്പി രംഗനാഥ്. ചോദ്യം, 47ാമത് വയലാർ പുരസ്കാരം ജേതാവ്. 47ാമത് വയലാർ പുരസ്കാരം അല്ലെങ്കിൽ 2023 വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അത് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി. മനസ്സിലായോ? ശ്രീകുമാരൻ തമ്പിക്കാണ് 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത്. 2023 ശ്രീകുമാരൻ തമ്പി. ഓക്കെ, കൃതി നമുക്കറിയാം, ജീവിതം ഒരു പെൻഡുലം. ഓക്കെ ആണല്ലോ? 2022 ആർക്കാ കിട്ടിയ? 2022 വയലാർ പുരസ്കാരം എസ് ഹരീഷ് അല്ലെ? മീശ എന്ന കൃതിക്ക്. ഓക്കെ ആണല്ലോ? അടുത്തത്, ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-ാം തീയതി. സെപ്റ്റംബർ 2 ഓർത്തോണം. മനസ്സിലായോ? സെപ്റ്റംബർ 2 നാളികേര ദിനമല്ലേ? അപ്പൊ 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. ജസ്റ്റ് വിക്ഷേപണ വാഹനം ഒന്ന് ഓർത്തേ. PSLV C57 ആണ്. PSLV C57. ഓക്കെ, അതിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജിയാണ്.
നിഗർ ഷാജി. പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ഓക്കെ. മിഷൻ ഡയറക്ടർ SR ബിജു. ഓക്കെ. അപ്പോൾ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. വിക്ഷേപണ വാഹനം PSLV C-57. അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയും അതുപോലെ മിഷൻ ഡയറക്ടറായിരുന്ന SR ബിജുവുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ കൂടുതലായിട്ട് വരുന്നതാണ് നമ്മൾ. കാരണം കൂടുതൽ സമയം ചിലവഴിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. 20 മാർക്കാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാനുള്ളത്. താങ്ക്